അപ്പോൾ എനിക്ക് മീൻ കഥകൾ മാത്രമേ പറയാനുള്ളൂ. ചിലപ്പോൾ അതായിരിക്കാം എനിക്ക്, കാരണം കിട്ടുന്ന മീനുകൾ വെറൈറ്റിയാണ്, അതുകൊണ്ട് ഞാൻ അതൊക്കെ കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. അപ്പം ഇന്നിതാ ഈ പാര മീൻ വെക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പൊതുവേ ഈ മീൻ എങ്ങനെ കറി വെച്ചാലും വളരെ ടേസ്റ്റൊന്നും കിട്ടത്തില്ല. പക്ഷേ ഇങ്ങനെ നമുക്ക് തേങ്ങ അരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പം മീൻ വെട്ടി കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ട് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ അരച്ച്, അപ്പം 4 ചെറിയ ഉള്ളിയും കൂടി ഇടണം കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ അരച്ചിട്ട് കലക്കി അതിലേക്ക് നമ്മുടെ വടക്കം പുളിയില്ലേ, വടക്കം പുളിയും അതുപോലെ തന്നെ തക്കാളിയും ഒരു 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഞെവിടുക. അപ്പം തന്നെ ഈ പുളി എന്ത് ചെയ്യും, എല്ലായിടത്തും സ്പ്രെഡാവും. അപ്പം നന്നായിട്ട് ഞെവിടിയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെക്കുക. അടുപ്പത്ത് വെച്ച് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക. അപ്പം ഈ മീൻ സാധാരണയായിട്ട് മുളകും പുളിയൊക്കെ വെക്കുന്നതാണ് കൂടുതലായിട്ട് കാണുന്നത്. പക്ഷേ ഈ തേങ്ങ അരച്ചിട്ട് ഈ ഒരു ടേസ്റ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ അപ്പുറത്ത് നോക്കിയേ, നമ്മുടെ താട മീൻ കുട്ടന്മാർ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്, നല്ല വറുത്തെടുക്കുക. അപ്പം കറി തിളയ്ക്കുമ്പം നമുക്ക് ഈ മീൻ അതിലേക്ക് പറക്കിയിട്ട് കുറച്ച് കറിവേപ്പില. അപ്പോൾ ലാസ്റ്റ് ഈ മീനുണ്ടല്ലോ തിളച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വറ്റി വരും. നന്നായിട്ട് വറ്റി വരുമ്പോൾ നമ്മൾ കുറച്ച് കടുകും കറിവേപ്പിലയും കൂടി ചെറുതായിട്ടൊന്ന് താളിക്കണം കേട്ടോ.